നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ കാണുന്ന സബ്മെർസിബിൾ മോട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ വയറിംഗ് ആണ്. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഈ അമീറിൽ നിന്നും വരുന്ന വയർ ഇവിടെ നിന്നോ നമുക്ക് ഒരു വയർ കൂടി എടുക്കണം. ആ വയർ നേരെ ഈ കോണ്ടാക്ടറിന്റെ ഇൻപുട്ട് പോയിന്റിലേക്ക് ആണ് കൊടുക്കേണ്ടത്. ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ.കെ. ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനൽ. എ.കെ. ടെക്നിക്കൽ മലയാളം യൂട്യൂബ് ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ കാണുന്ന സബ്മെർസിബിൾ മോട്ടറിന്റെ സ്റ്റാർട്ടറിന്റെ വയറിംഗ് ആണ്. അതിന്റെ ഡയഗ്രാം കംപ്ലീറ്റ് ആയി ഞാൻ വിവരിച്ച് അതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്നാണ് വിശദീകരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായും വാച്ച് ചെയ്യുക. ഇതാണ് അതിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇവിടെ ഓൺ ചെയ്യാനായി ഓൺ ഓഫ് ഒരു സ്വിച്ചാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ഈ കാണുന്ന സ്റ്റാർട്ടറിൽ ഇത് ലീഡർ എന്ന കമ്പനിയുടേതാണ്. ഈ കാണുന്ന സ്റ്റാർട്ടർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് MCB ഓൺ ആക്കിയാണ്. എന്നാൽ ഇതിൽ MCBയും ഒരു സ്വിച്ചുമുണ്ട്. നമ്മളത് വിവരിക്കുന്ന ഈ ഡ്രോയിങ്ങിൽ സ്റ്റോപ്പ് പുഷ് ബട്ടൺ കൂടി കണക്ട് ചെയ്ത് അതിന്റെ വർക്കിംഗ് ആണ് നമ്മൾ വിവരിച്ചു തരുന്നത്. അതിനായി ഈ കാണുന്ന അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഒരു ഡബിൾ പോൾ കോണ്ടാക്ടർ, ഒരു സ്റ്റാർട്ടിംഗ് കപ്പാസിറ്റർ, ഇതിവിടെ 120 or 150 എന്ന് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. സാധാരണ 1 HP മോട്ടോറുകൾക്ക് 120 മുതൽ 150 MFD വരെ റേഞ്ചിൽ കപ്പാസിറ്റർ വരാറുണ്ട്. അടുത്തത് റണ്ണിംഗ് കപ്പാസിറ്റർ ആണ്. റണ്ണിംഗ് കപ്പാസിറ്റർ 50 MFD ആണ് വരാറുള്ളത്. അടുത്തത് ഇത് സ്റ്റാർട്ട് പുഷ് ബട്ടൺ ആണ്. സ്റ്റാർട്ട് പുഷ് ബട്ടണ് 2 NO പോയിന്റുകളാണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, മുകളിലായി ഒരു NO പോയിന്റ്, താഴെ ഒരു NO പോയിന്റ്. അടുത്തത് സ്റ്റോപ്പ് പുഷ് ബട്ടൺ. സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇല്ലാതെയും കണക്ട് ചെയ്യാം. അടുത്തതായി ഒരു 20 ആംപിയറിന്റെ MCB ആണ്. C20 എന്ന് ഇവിടെ നിങ്ങൾക്ക് മെൻഷൻ ചെയ്തതായി കാണാം. അടുത്തതായി ഒരു കണക്ടറാണ്. ഇതിന് 5 പോയിന്റ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, 1, 2, 3, 4, 5. ഇതിൽ ഫസ്റ്റ് കാണുന്ന ഈ പോയിന്റിൽ ഫേസും സെക്കൻഡിൽ ന്യൂട്രലുമാണ് കണക്ട് ചെയ്യേണ്ടത്. അതായത് ഇൻപുട്ട് സപ്ലൈ ഇവിടെയാണ്, താഴെയാണ് കണക്ട് ചെയ്യുന്നത്. അടുത്തതായി RYB എന്നിങ്ങനെ കാണിച്ചിട്ടുണ്ട്. അതായത് 3, 4, 5 എന്നീ കണക്ടറുകൾ RYB എന്ന് കൊടുത്തിട്ടുണ്ട്. RYB എന്ന് പറഞ്ഞാൽ 3 ഫേസ് അല്ല. ഇതിന്റെ സബ്മെർസിബിൾ മോട്ടറിൽ നിന്നും വരുന്ന വയറിന്റെ കളർ കോഡാണ്. അതായത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഈ വയറിന്റെ കളർ നോക്കിയാൽ RYB ആണ്. അതാണ് നമ്മൾ ഇവിടെ RYB എന്ന് മെൻഷൻ ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റാർട്ടറുകളിലും ഇതുപോലെ RYB എന്നായിരിക്കും മെൻഷൻ ചെയ്തിരിക്കുക. അടുത്തതായി ഒരു പുഷ് ബട്ടൺ ആണ്. ഈ പുഷ് ബട്ടൺ ഉപയോഗിച്ചാണ് നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യുക. വോൾട്ടേജ് മെഷർ ചെയ്യാൻ വേണ്ടി ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വോൾട്ട് മീറ്ററിൽ വോൾട്ടേജ്, പ്രസന്റ് വോൾട്ടേജ് എത്രയാണെന്ന് കാണിക്കുന്നതാണ്. അടുത്തതായി ഒരു റണ്ണിംഗ് ഇൻഡിക്കേഷൻ. നമുക്ക് ഇതിന്റെ വയറിംഗിലേക്ക് പോകാം. ആദ്യമായി ഫേസിൽ നിന്നും ഒരു വയർ നേരെ MCBയിലേക്ക് കണക്ട് ചെയ്തു. MCBയിൽ നിന്നും ആംപിയർ മീറ്ററിലേക്കും കണക്ട് ചെയ്യുക. ഈ വയർ 2.5 സ്ക്വയർ mm വയറാണ്. അത് മതിയാവും. 1 HP മോട്ടോറുകൾക്കൊക്കെ 2.5 സ്ക്വയർ mm വയർ സഫീഷ്യന്റ് ആണ്. അടുത്തതായി നമുക്ക് ആംപിയർ മീറ്ററിൽ നിന്നും നേരെ നമ്മുടെ സ്റ്റാർട്ട് പുഷ് ബട്ടന്റെ ഒരു എൻഡിൽ 2 പോയിന്റുകളും തമ്മിൽ കണക്ട് ചെയ്യും. സ്റ്റാർട്ട് പുഷ് ബട്ടന്റെ ഒരു NO പോയിന്റിന്റെ ഔട്ട്പുട്ടിൽ നിന്നും സ്റ്റോപ്പ് പുഷ് ബട്ടണിലേക്ക് ഇതുപോലെ ഒരു വയർ കണക്ട് ചെയ്യുക. അടുത്ത NO പോയിന്റിൽ നിന്നും നേരെ കപ്പാസിറ്ററിലേക്ക് ഇതുപോലെ ഒരു യെല്ലോ വയറാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതും 2.5 വയറാണ് കണക്ട് ചെയ്യേണ്ടത്. ഇവിടെ ഈ 2 കപ്പാസിറ്ററുകളും തമ്മിൽ ഒരു ലൂപ്പ് ഇതുപോലെ കണക്ട് ചെയ്യും. ഇവിടെ നിന്നും ഒരു കോമൺ പോയിന്റ്, ഇതിന്റെ ഏതെങ്കിലും ഒരു പിന്നിൽ നിന്ന് ഒരു കോമൺ പോയിന്റ് എടുത്ത് നേരെ Y എന്ന ഈ കണക്ടറിലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിൽ നിന്നുള്ള സപ്ലൈ നമുക്ക് ഇവിടെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റാർട്ട് കൊടുത്താലുടൻ സപ്ലൈ ഇവിടെ ഈ കപ്പാസിറ്ററിൽ നിന്നുള്ള ചാർജ് ഈ കണക്ടറിലേക്ക് എത്തുന്നതാണ്. അടുത്തത് ഈ റണ്ണിംഗ് കപ്പാസിറ്ററിൽ നിന്നും ഒരു വയർ നേരെ നമ്മുടെ കോണ്ടാക്ടറിന്റെ അടിവശത്തായി കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ഈ അമീറിൽ നിന്നും വരുന്ന വയർ ഇവിടെ നിന്നോ നമുക്ക് ഒരു വയർ കൂടി എടുക്കണം. ആ വയർ നേരെ ഈ കോണ്ടാക്ടറിന്റെ ഇൻപുട്ട് പോയിന്റിലേക്ക് ആണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഇങ്ങനെ ഒരു വയർ നേരെ നമ്മുടെ കോണ്ടാക്ടറിലേക്ക് ഇൻപുട്ടിലേക്ക് കണക്ട് ചെയ്തു. ഇവിടെ നിന്നൊരു ഔട്ട്പുട്ട് നേരെ ഈ R എന്ന ഈ പോയിന്റിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. ഇത് റണ്ണിംഗ് പോയിന്റ് ആണ്. അവിടെ നിന്നും അടുത്ത ഒരു വയർ നേരെ ഈ സ്റ്റോപ്പ് പുഷ് ബട്ടന്റെയോ സ്റ്റാർട്ട് പുഷ് ബട്ടന്റെയോ ഈ എൻഡിൽ കണക്ട് ചെയ്യുക. ഈ സ്റ്റോപ്പ് പുഷ് ബട്ടന്റെ അടുത്ത എൻഡിൽ നിന്നും രണ്ടാമത്തെ എൻഡിൽ നിന്നും ഒരു വയർ നേരെ
A1 എന്ന ഈ പോയിന്റിലേക്ക്, അതായത് കോൺടാക്ടറിന്റെ കോയിൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുക. ഇനി നമുക്ക് ന്യൂട്രലാണ് കണക്ട് ചെയ്യാനുള്ളത്. അതിനായി ഈ ന്യൂട്രൽ പോയിന്റിൽ നിന്നും ഒരു വയർ നേരെ എടുത്ത് നമ്മുടെ കോയിൽ പോയിന്റിലേക്ക്, കോയിലിന്റെ രണ്ടാമത്തെ പോയിന്റായ A2ലേക്ക് കണക്ട് ചെയ്തു. ഈ പോയിന്റിൽ നിന്ന് തന്നെ അടുത്തൊരു വയർ നമുക്ക് കോൺടാക്ടറിലേക്കും വരേണ്ടതുണ്ട്. കോൺടാക്ടറിന്റെ ഓപ്പൺ കോൺടാക്റ്റിലേക്ക് ഇവിടെ ഇതുപോലെ കണക്ട് ചെയ്യുക. ഇതിന്റെ ഔട്ട്പുട്ട് നേരെ ബിയിലേക്ക് കണക്ട് ചെയ്യുക. നമുക്കിവിടെ കാണാം, ബിയിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. ഇത് ഈ ROIB ആണ് നമുക്ക് മോട്ടറിലേക്ക് പോകുന്നത്. കളർ കോഡ് അനുസരിച്ച്, വയറിന്റെ കളർ കോഡ് അനുസരിച്ചാണ് ROIB ഇതിലേക്ക് നമ്മുടെ മോട്ടറിൽ നിന്നും വരുന്ന വയർ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇവിടെ ഫേസും കണക്ട് ചെയ്യുക. ഇനി നമുക്ക് അടുത്തതായി ഈ കാണുന്ന വോൾട്ട് മീറ്ററിന് ഒരു ന്യൂട്രൽ കൊടുക്കേണ്ടതുണ്ട്. അതിനായി ഇവിടെ നിന്നും ഒരു ലൂപ്പ് എടുത്ത് ന്യൂട്രൽ കണക്ട് ചെയ്തു. ഇനി ഫേസിനായി ഇവിടെ നിന്നോ ഒരു പോയിന്റ് നമുക്ക് ഈ പുഷ് ബട്ടണിലേക്ക് ഇതുപോലെ കണക്ട് ചെയ്യുക. അതിന്റെ ഔട്ട്പുട്ട് നേരെ വോൾട്ട് മീറ്ററിലേക്ക് കൊടുക്കുക. ഈ ബ്രേക്കർ ഓൺ ആണെങ്കിൽ ഇതിൽ പ്രസ് ചെയ്താൽ ഉടൻ തന്നെ നമുക്ക് ഇതിൽ വോൾട്ടേജ് എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. ഇതിന്റെ റണ്ണിങ് സമയത്തും ഇതിൽ വോൾട്ടേജ് എത്രയുണ്ടെന്ന് നമുക്ക് ഇതിൽ പ്രസ് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ഗ്രീൻ ഇൻഡിക്കേഷൻ ആണുള്ളത്. റണ്ണിങ് ഇൻഡിക്കേഷൻ ആണ് നമുക്ക് അടുത്തതായി കൊടുക്കേണ്ടത്. അതിന്റെ കണക്ഷന് വേണ്ടി ഈ പോയിന്റിൽ നിന്നോ ഇവിടെ നിന്നോ ഒരു വയർ നേരെ റണ്ണിങ് ഇൻഡിക്കേഷന്റെ ഒരു പോയിന്റിൽ കൊടുക്കുക. അടുത്ത പോയിന്റ് നേരെ ന്യൂട്രലുമായിട്ട് എവിടെ വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതിന്റെ വയറിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരെ ഇവിടെ നിന്നും ഔട്ട്പുട്ട് സബ്മെർസിബിൾ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. ഇതിന്റെ ഡയഗ്രാം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതാണ് അതിന്റെ ഡയഗ്രാം. കൺട്രോളും പവർ ഡയഗ്രാം കൂടിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ കാണുന്ന ഡയഗ്രാം തന്നെയാണ്, ഈ കണക്ഷൻ തന്നെയാണ് നമ്മളിവിടെ ഡയഗ്രാമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഇത് എല്ലാവർക്കും മനസ്സിലാവില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കോമ്പോണൻസ് ഉപയോഗിച്ച് ഇതുപോലെ വയർ ചെയ്ത് കാണിച്ചത്. ഇതിൽ നിങ്ങൾ കാണാം, ഇവിടെ MCBയിൽ നിന്ന് അമ്മീറ്ററിൽ നിന്നും നേരെ സ്റ്റാർട്ട് പുഷ് ബട്ടന്റെ 2 പോയിന്റിലേക്കും ഇവിടെ നിന്ന് കണക്ട് ചെയ്തു. ഇവിടെ നിന്ന് നേരെ നമ്മുടെ കോൺടാക്ടറിന്റെ ഒരു പോയിന്റിലേക്ക് വന്നു. അടുത്ത പോയിന്റ് നേരെ ഔട്ട്പുട്ട് നേരെ ഈ 6ലേക്കും വന്നു. ഇവിടെ നിന്നും ഒരു വയർ നേരെ സ്റ്റാർട്ട് പുഷ് ബട്ടണിലേക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്നും ഒരു പോയിന്റ് നേരെ കണക്ട് ചെയ്ത് സ്റ്റോപ്പ് പുഷ് ബട്ടൺ കഴിഞ്ഞിട്ട് നമുക്ക് കോൺടാക്ടറിന്റെ കോയിലാണ് കാണിച്ചിരിക്കുന്നത്. കോയിലിലേക്ക് A1ലേക്ക് കണക്ട് ചെയ്താണ് കാണുന്നത്. അതിന്റെ A2 പോയിന്റ് നേരെ ന്യൂട്രലിലേക്ക് ഇവിടെ ലിങ്ക് ചെയ്തിരിക്കുകയാണ്. ഇൻഡിക്കേഷനുള്ള ഫേസ് വയർ നമ്മൾ ഇവിടെ നിന്നാണ് ലൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ന്യൂട്രല് നേരിട്ട് ഇവിടെ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാവുന്നതാണ്. ഈ കാണിച്ചിരിക്കുന്ന K എന്നത് ഈ കോൺടാക്ടറിന്റെ കോൺടാക്ട്സ് ആണ്. ഈ കാണുന്നതും ഡബിൾ പോൾ കോൺടാക്ടറിന്റെ കോൺടാക്ട്സ് ആണ്. അതിൽ ന്യൂട്രൽ കണക്ട് ചെയ്തു. ന്യൂട്രല് ഈ കോൺടാക്ട് വഴിയാണ് നമുക്ക് ഈ B എന്ന് എഴുതിയിരിക്കുന്ന ഈ കണക്ടറിലേക്ക് വരുന്നത്. ഇത് നേരെ മോട്ടറിലേക്ക് പോകുന്നു. ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇത് പ്രസ് ചെയ്താൽ ഉടൻ തന്നെ ഈ 2 പോയിന്റിലും സപ്ലൈ കിട്ടും. ഈ പോയിന്റിൽ കിട്ടുന്ന സപ്ലൈ നേരെ സ്റ്റോപ്പ് പുഷ് ബട്ടന്റെ NC ത്രൂ, സ്റ്റോപ്പ് പുഷ് ബട്ടൺ എപ്പോഴും NC ആയിരിക്കും. ഈ NC ത്രൂ നേരെ കോയിലിലേക്ക് വരും, A1ലേക്ക് വരും. തുടർന്ന് ന്യൂട്രൽ ഇവിടുന്ന് ഡയറക്റ്റ് ആയതിനാൽ ഉടൻ തന്നെ ഈ കോൺടാക്ടർ ക്ലോസ് ആകുന്നതാണ്. ഇതിൽ പ്രസ് ചെയ്യുന്ന അതേ സമയം തന്നെയാണ് നമുക്ക് ഈ സ്റ്റാർട്ടിംഗ് കപ്പാസിറ്ററിലേക്കും സപ്ലൈ വരിക. ഇത് ഒരു 3 സെക്കൻഡ് നമ്മൾ ഹോൾഡ് ചെയ്ത് നിർത്തണം. എന്തിനാണെന്ന് വെച്ചാൽ ഈ കപ്പാസിറ്റർ മോട്ടോർ സ്റ്റാർട്ടിങ്ങിന് വേണ്ടിയുള്ള ഇനീഷ്യൽ കറണ്ട് കൂടുതൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. കപ്പാസിറ്റി കൂട്ടി കൊടുക്കാൻ വേണ്ടിയാണ് ഇത് കപ്പാസിറ്റർ കൊടുത്തിരിക്കുന്നത്. ഓൺ ചെയ്ത് 3 സെക്കൻഡ് വരെ നമ്മൾ പ്രസ് ചെയ്ത് പിടിക്കുന്നത് അതേ സമയം തന്നെ ഇത് സ്റ്റാർട്ട് ആകും. അപ്പോൾ ഇവിടെ ഈ വൈയിലേക്ക് സപ്ലൈ വരും. തുടർന്ന് ഇവിടെ ക്ലോസ് ആകുമെന്ന് പറഞ്ഞല്ലോ. ഈ കോൺടാക്ടർ ക്ലോസ് ആയ ഉടൻ തന്നെ ഈ കപ്പാസിറ്ററിലേക്കും ചാർജ് പോകും. അവിടെ നിന്നും ഇതുവഴി നമ്മൾ ഈ പുഷ് ബട്ടണിൽ നിന്നും കൈ പിൻവലിച്ചാലും, അതായത് പുഷ് ബട്ടൺ ഓപ്പൺ ആക്കി കഴിഞ്ഞാലും നമുക്ക് ഈ കോൺടാക്ടർ ത്രൂ ഇത് ക്ലോസ് ആയതിനാൽ ഇതുവഴി നമുക്ക് സപ്ലൈ ഇവിടെ ലഭിക്കും. അതുപോലെ തന്നെ ഈ റണ്ണിങ് കപ്പാസിറ്ററിലേക്കും ചാർജ് ലഭിച്ചുകൊണ്ടിരിക്കും. അത് ഈ വയർ ത്രൂ വീണ്ടും വൈയിലേക്ക് വന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇതിന്റെ വർക്കിംഗ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഇതിനെപ്പറ്റി ഉണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് ചോദിക്കുക. ഇത് ഫുൾ ഓട്ടോമാറ്റിക്കായി എങ്ങനെ വർക്ക് ചെയ്യും എന്ന് ഞാൻ പിന്നീട് വിവരിക്കുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്ത് അറിയിക്കുക. ഈ സ്റ്റോപ്പ് പുഷ് ബട്ടണും സ്റ്റാർട്ട് പുഷ് ബട്ടണും ഒഴിവാക്കി നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോ ഫംഗ്ഷനിൽ വർക്ക് ചെയ്യിക്കുന്ന രീതി, ടൈമർ ഉപയോഗിച്ച് വർക്ക് ചെയ്യിക്കുന്ന രീതി ഞാൻ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് വയറിംഗ് ആണ്.
നിങ്ങൾ ഇത് മനസ്സിലാക്കി വെക്കുക. ഇത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ് എന്താണെന്ന് മനസ്സിലാക്കുകയുള്ളൂ. ഇതിൻ്റെ ട്രബിൾ ഷൂട്ടിങ് ചെയ്യണമെങ്കിൽ ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കണം. ഓരോ വയറും എവിടേക്കാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇതുപോലെയുള്ള സ്റ്റാർട്ടറുകളുടെ ട്രബിൾ ഷൂട്ടിങ് മനസ്സിലാവുകയുള്ളൂ. അതുപോലെ തന്നെ ഈ സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇല്ലാതെ തന്നെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യിക്കുന്നത് എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ഇത് വയറിങ്ങിൽ ചേഞ്ചിങ് ഒന്നുമില്ല, ഇത് തന്നെയാണ് വയറിങ്. നിങ്ങൾക്കിവിടെ കാണാം. ഇവിടെ ഈ പോയിന്റിൽ നിന്ന് നമ്മളിവിടെ ഒരു സ്റ്റോപ്പ് പുഷ് ബട്ടൺ കൊടുത്തിരുന്നു. ഈ പോയിന്റിൽ നിന്ന് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഒഴിവാക്കിയിട്ട് ഇവിടെ നിന്നും നേരിട്ട് A1ലേക്ക് കൊടുത്തിരിക്കുകയാണ്. നമുക്കത് ഓഫ് ആക്കണമെങ്കിൽ ഇവിടെ ഈ MCB ഓഫ് ചെയ്യേണ്ടി വരും. അല്ലാതെ ഇത് ഓഫ് ചെയ്യാനായിട്ട് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഇതാണ് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യിക്കുന്ന രീതി, ഇല്ലാതെയുള്ള വയറിങ്. ഇതാണ് അതിൻ്റെ വയറിങ്. സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇല്ലാത്ത കൺട്രോൾ ഡയഗ്രമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ എല്ലാം കൺട്രോൾ ഡയഗ്രാംസ് നമ്മുടെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൺ കൂടി ഒഴിവാക്കിയിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓട്ടോ ഫംഗ്ഷൻ ആണ് ചെയ്യിക്കുന്നത്. കംപ്ലീറ്റ് ആയി ടൈമറിൽ വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെയാണിത്. ഇത് ടൈമർ, ഇത് ഓൺലി ടൈമർ. നമ്മൾ സ്റ്റാർട്ട് പുഷ് ബട്ടന് പകരം ഹാൻഡ് ഓട്ടോ സ്വിച്ച് ആണ് അതിനകത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ റിലേ. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം വില അറിയണമെങ്കിൽ നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാം. ആമസോണിൻ്റെ അഫിലിയേറ്റ് ലിങ്കാണ് ഞാൻ ഇതിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് തന്നെ സെറ്റ് ചെയ്തെടുക്കാൻ സാധനങ്ങൾ ഓൺലൈനിൽ വാങ്ങാൻ പറ്റുന്നതാണ്. ഇതാണ് അതിൻ്റെ വയറിങ്. ഞാൻ നിങ്ങൾക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നതാണ്. ഇതിൻ്റെ കൺട്രോൾ വയറിങ് മാത്രം പിന്നീട് ഞാൻ വിവരിക്കുന്നതാണ്. ഇതാണ് അതിൻ്റെ കണക്ഷൻ. ഈ സ്റ്റാർട്ട് പുഷ് ബട്ടൻ്റെ അവിടെ ഒരു റിലേ വരും. ഇവിടെയും ഒരു റിലേ പോയിന്റ് വരുന്നതാണ്. R1 R2 എന്നിരിക്കുന്ന റിലേ പോയിന്റുകളാണ്. കംപ്ലീറ്റ് ആയി ടൈമറിൽ വർക്ക് ചെയ്യുന്ന രീതിയാണ് നമ്മൾ വിശദീകരിക്കുന്നത്. ഇതിൻ്റെ ഈ രണ്ട് റിലേകൾ വർക്ക് ചെയ്യുന്ന കൺട്രോൾസ് ഞാൻ അടുത്ത വീഡിയോയിൽ വിവരിച്ചു തരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കായി ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്താൽ തുടർന്നും പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്കത് വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.